Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Yes. Morning, ma'am. Yes, doing fine. Good morning, ma'am. Good morning, good morning. Good morning, ma'am. Fine. Morning. Okay, ready ആണല്ലോ? Start ചെയ്താലോ? Yes, ma'am. Yes, ma'am. Okay, start ചെയ്യാം. വായിച്ചു നോക്കിയോ പഠിച്ചതൊക്കെ? കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? യെസ്, വെരി ഗുഡ്. നമ്മള് എവിടെയാ നിർത്തിയത് കഴിഞ്ഞ ദിവസം? നമ്മളിവിടെ ഒരു എന്താ പറയാ, അതിവിടെയാണ് നിർത്തിവെച്ചത്. ഏതായിരുന്നു? റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസ് അല്ലെ? എങ്ങനെയാണ് ഹോസ്പിറ്റൽസില് കാഷ്വാലിറ്റീസിനെ, then there is influx of casualties, അതായത് അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു എന്താ പറയാ പേഷ്യൻസിന്റെ ആ ഡിസാസ്റ്ററിലുള്ള വിക്ടിംസിന്റെ ഒരു ഒഴുക്ക് അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് റിസപ്ഷൻ ഏരിയയില് അല്ലെങ്കിൽ സോർട്ടിംഗ് ഏരിയയില് എങ്ങനെയാണ് അവരെ അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെ? പെട്ടെന്ന് അവരെ ഇഞ്ചേർഡ് ആയിട്ടുള്ളവരെ എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ടവർക്കും അതുപോലെ പ്രാഥമിക പ്രിലിമിനറി ആയിട്ടുള്ള നഴ്സിംഗ് കൊടുക്കേണ്ടവർക്കും അങ്ങനെയൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് സോർട്ട് ചെയ്യണം. അതിന് നമുക്കറിയാം നിലവില് നോർമൽ ഫംഗ്ഷൻസിൽ കാഷ്വാലിറ്റീസിൽ എങ്ങനെയാണോ അതിനേക്കാളും ഒരു എക്സ്റ്റൻഷൻ ഓഫ് കാഷ്വാലിറ്റീസ് ആയിരിക്കും അത്തരം ഡിസാസ്റ്ററിൽ ഉണ്ടാകുക. സാധാരണ നോർമൽ ആയിട്ടുള്ളെങ്കിൽ ഒരു കാഷ്വാലിറ്റിയിൽ ചിലപ്പോൾ ഒരു ദിവസത്തിൽ പെർ ഡേ ഒരു 10 15 20 കാഷ്വാലിറ്റി ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഡിസാസ്റ്ററിൽ അങ്ങനെയൊന്നും വരില്ല. അപ്പൊ അവരത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ചിലപ്പോ ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ മേ നോട്ട് ബി പ്രോപ്പർ. ഹോസ്പിറ്റൽസിന്റെ കാഷ്വാലിറ്റിയുടെ വലിപ്പം ഒക്കെ എന്തായിരിക്കണം എന്നില്ല, ആവശ്യത്തിന് ഉതകുന്നതായിരിക്കില്ല അവിടുത്തെ അത്രയും കാഷ്വാലിറ്റീസിനൊക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ എവിടേക്കൊക്കെയാണ് നമുക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് അത് എവിടേക്കൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാനും പറ്റുള്ള ആളുകളും അതുപോലെ തന്നെ ഡ്രൈനേജ് ചെയ്യാനുള്ള കാര്യങ്ങളും അത്രയും ആളുകളെയൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റാനൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടത്തണം എന്നാണ് പറയാ. അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ഇത്തരം പേഷ്യൻസിന്റെ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പോയിന്റ് അല്ലെങ്കിൽ അവരെ റിട്ടൈൻ ചെയ്യാനുള്ളത്, രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ അവരെ റിട്ടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അവരെ അവിടെ തന്നെ നിലനിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തന്നെയൊക്കെ ഏതെങ്കിലുമൊക്കെ റൂമുകളൊക്കെ വെക്കേറ്റ് ചെയ്ത് നിലവിലുള്ള സൗകര്യങ്ങൾ എന്ന് ഉപയോഗിച്ച് പേഷ്യൻസിനെ അങ്ങോട്ടേക്കൊക്കെ മാറ്റാൻ. പിന്നെ സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വേർതിരിക്കാം. പേഷ്യൻസിനെ വേർതിരിച്ച് എവിടെയെങ്കിലുമൊക്കെ മാറ്റേണ്ട ആൾക്കാരുടെ വലിയ സീരിയസ് ഇഷ്യൂസ് ഇല്ലാത്തവരൊക്കെ അങ്ങനെ മാറ്റാനും അവരുടെ ഡോക്യുമെന്റേഷൻസും പുതിയതായിട്ട് വരുന്ന കാഷ്വാലിറ്റീസിന്റെ ഡോക്യുമെന്റേഷൻസും എല്ലാം തന്നെ ഈ ഒരു ഏരിയയിൽ അവർ നടത്തേണ്ടി വരും. സോ എവറിത്തിങ് ഷുഡ് ബി മാനേജ്ഡ് ആൻഡ് ഓൾസോ സൂപ്പർവൈസ്ഡ്. ഇതെല്ലാം തന്നെ ആ സോർട്ടിങ്ങും മറ്റൊക്കെ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. സോർട്ടിങ് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫ് സോർട്ടിങ് ചെയ്യുന്ന സമയത്ത് എ ഫിസിഷ്യൻ ഓർ എ സർജൻ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യനും സർജനും അവരും ഇത് എന്ത് ചെയ്യണം, നോക്കണം, മോണിറ്റർ ചെയ്യണം അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യണം. അവരുടെ കൂടി ഒരു ശ്രദ്ധ വേണം. സോർട്ടിംഗ് സ്റ്റാഫ് മാത്രം നോക്കിയാൽ പോരാ. ചിലപ്പോ സോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് ചിലപ്പോ ഒരു പേഷ്യന്റിനെ ഭയങ്കര ക്രിട്ടിക്കൽ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളെ ചിലപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ഫിസിഷ്യന്റെയും അതുപോലെ തന്നെ ചിലപ്പോ അല്ലെങ്കിൽ ഒരു സർജന്റെ ഒക്കെ ഹെൽപ്പും കൂടി അസിസ്റ്റൻസ് കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഓൾ ദ സഫീഷ്യന്റ് എക്യുപ്മെന്റ്സ്, എല്ലാ എക്യുപ്മെന്റ്സുകളും എന്തൊക്കെ വേണോ അതുപോലെ തന്നെ എന്തൊക്കെ മെഡിക്കൽ സപ്ലൈസോ അല്ലെങ്കിൽ മറ്റ് സ്റ്റോർസ് ഓഫ് സപ്ലൈസോ ഒക്കെ വേണമെങ്കിൽ അതും പിന്നെ മറ്റ് പാരറ്റസ് ഒക്കെ എന്തൊക്കെ ഇവരെ പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് ആവശ്യമുണ്ടോ ഓൾ ഷുഡ് ബി പ്രൊവൈഡഡ്, പ്രോംപ്റ്റ്ലി പ്രൊവൈഡഡ് എന്നാ പറയുന്നത്. എത്രയും പെട്ടെന്ന് അതൊക്കെ എത്തിക്കണം എന്നാണ് പറയാ. പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഈ ടാസ്കുകളൊക്കെ റിസപ്ഷനിൽ ചെയ്യുന്നത് ആരൊക്കെയാണ്, അതിന്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ് നമുക്ക് അടുത്ത് തുടങ്ങാനുള്ളത്. ഇവിടെ തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. ആണോ? അല്ലെ? നിങ്ങൾ ഇവിടെ അല്ലേ? അതെ.
ടാസ്ക് അറ്റ് ദ റിസപ്ഷൻ. അപ്പൊ ആരൊക്കെയാണ്, ഏതൊക്കെ പേഴ്സണൽസ് ആണ് എന്തൊക്കെ ടാസ്കുകളാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ പേഴ്സണൽ ഒരു ഡോക്ടറാണ്. അതായത് ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് ഒരു എന്താ പറയാ കാറ്റഗറി തിരിച്ച് നമുക്ക് ഡോക്ടറാണ് ആദ്യം വേണ്ടത്. അതായത് ചെക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ എന്തായാലും ആ കാഷ്വാലിറ്റിയുടെ അവിടെ എന്തായാലും ഒരു ഡോക്ടറായിട്ട് വേണം. അത് ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ചെക്ക് ചെയ്ത് ആ ചെക്കിംഗ് പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെങ്കിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്തത് എന്താ, ഒരു നേഴ്സ് ഒരെണ്ണമല്ല രണ്ടെണ്ണം വേണം. 2 nurses ഷുഡ് ബി ദർ ഫോർ ദ ഡോക്യുമെന്റേഷൻ ചെക്കിംഗ്. എന്തിനു വേണ്ടിയിട്ട്, അവരെ കൊണ്ടുവരുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ എഴുതുകയോ കുറിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള 2 nurses, ഒരാളെ പോലെ 2 nurses വേണം. പിന്നെ ഒരു ക്ലിനിക്കൽ വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഈ പേഷ്യൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കയ്യിലൊക്കെ എന്തെങ്കിലും വാല്യുബിൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ശരീരത്തിൽ വല്ല സ്വർണ്ണമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ അത് എന്തൊക്കെയുള്ളത് നോട്ട് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടും, അതുപോലെ പേഷ്യന്റിന്റെ അഷുറൻസിന് വേണ്ടി ആ പേഷ്യന്റ് ഏതാണ്, ഇന്ന വിഭാഗത്തിലാണ്, ആരുടെയാണ്, ആരെങ്കിലും റിലേറ്റീവ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ക്ലിനിക്കൽ സ്റ്റാഫ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ റിസപ്ഷൻ കാര്യങ്ങൾ നടക്കുന്ന നമ്മുടെ ട്രയേജ് ഒക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്ന സമയത്ത് ആ റിസപ്ഷൻ കൗണ്ടറിന്റെ അടുത്ത് ഈ പറയുന്ന ടാസ്കുകൾ നിർവഹിക്കാൻ ഇത്രയും പേര് ഉണ്ടായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡോക്ടർ ചെക്കിംഗ് പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ്, 2 nurses അത് ഡോക്യുമെന്റേഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൂന്നാമത്തേത് ക്ലിനിക്കൽ സ്റ്റാഫ് ആണ്, അത് വാല്യുബിൾസ് ഓഫ് ദ പേഴ്സൺ അവരുടെ പേഷ്യൻസിന്റെ അഷുറൻസിന് വേണ്ടി ഉറപ്പുവരുത്താനാണ്. ആ വാല്യുബിൾസ് ഇന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ എന്താണ്, ഇനി പോകുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് പേഷ്യൻസിന് ചിലപ്പോൾ അന്നേരം ഓർമ്മയൊക്കെ വരും. അപ്പൊ അത് എവിടേക്കാണെന്നൊക്കെ അറിയണ്ടേ, അപ്പൊ അത് ഇന്നത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആരുണ്ടായിരിക്കണം, അറ്റൻഡൻസ്. 2 അറ്റൻഡൻസ് ആണ്. മെഡിക്കൽ കംഫർട്ട്സ്, അതായത് വൈദ്യസഹായം കൂടാതെ മരുന്നുകളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ചില എന്താ പറയാ റിഫ്രഷ്മെന്റിന് വേണ്ടി ഇച്ചിരി വെള്ളമോ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ടു ഇൻഫോം ദ റിലേറ്റീവ്സ് റിലേറ്റിംഗ് ടു ദ കണ്ടീഷൻസ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പേഷ്യന്റിന്റെ അവസ്ഥ മറ്റു കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് റിലേറ്റീവ്സിനോടൊക്കെ പറയാനേ, പിന്നെ അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഇന്ന പേഷ്യന്റിനെ മാറ്റിയേക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കൊടുക്കാനുള്ള 2 അറ്റൻഡൻസ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും എന്താ പറയാ സ്റ്റാഫ് അംഗങ്ങള് പേഴ്സണൽസ് തീർച്ചയായിട്ടും റിസപ്ഷനിൽ വേണം ഇത്തരം ജോലികൾ നിർവഹിക്കാനായിട്ട്. ക്ലിയർ ആണോ? ഈ 4 കാര്യങ്ങൾ ഓർക്കണം. ഡോക്ടർ ഒരെണ്ണം, 2 nurses, ഒരു ക്ലറിക്കൽ സ്റ്റാഫ്, അതുപോലെ തന്നെ 2 അറ്റൻഡൻസ്. ഓരോരുത്തരും ചെയ്യേണ്ട ടാസ്കുകൾ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരു കാര്യമല്ല ചെയ്യണേ, എല്ലാവർക്കും ഇതുപോലെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ദേ ഹാവ് ടു പെർഫോം ദെയർ ടാസ്ക്. മനസ്സിലായോ? അത് ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക്കേഷൻ ഓരോരുത്തരും എന്ത് ടാസ്ക് നിർവഹിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഓരോന്നിന്റെയും നേരെ കൊടുത്തിട്ടുണ്ട്. അത് അതിന്റെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ ആയോ എങ്ങനെയാണ് അതെന്ന്? ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. പേഴ്സണൽസ്, അതായത് ജോലിക്കാർ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അവർ ചെയ്യേണ്ട ടാസ്ക്. ഞാൻ എന്റെ ലെഫ്റ്റ് റൈറ്റ് ആണ് പറഞ്ഞത്. ഓക്കെ. ഇനി മിനിമം ഡോക്യുമെന്റേഷൻ റിഗാർഡിംഗ് ദ പേഷ്യൻസ് ദോസ് ഹു ആർ അറൈവ്ഡ് ഫ്രം ദ ഏതാ പറയേണ്ടത് ഒന്നുകൂടി ക്രിസ്റ്റീന? ഏതാ പറയേണ്ടത്? ഒരു ഡോക്ടർ ചെക്ക് ചെയ്യാനായിട്ട് പേഷ്യന്റ് ഏത് വിഭാഗത്തിൽ പെടുത്തണം, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണോ, അതിനൊക്കെ വേണ്ടിട്ട് അതൊക്കെ ചെക്ക് ചെയ്യണ്ടേ. എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകില്ലല്ലോ. ഏറ്റവും അത്യാവശ്യം എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട പേഷ്യൻസ് ആര്, അങ്ങനെയൊക്കെ അത് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? ഡിസാസ്റ്റർ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം സോർട്ട് ചെയ്യുന്നുണ്ട്, ട്രയേജ് നടത്തുന്നുണ്ട്. അതുകൂടാതെ when they are reached to the hospital again some triage or sorting has to be made. കാരണം ഇവിടെ എത്തുമ്പോഴേക്ക് ചിലരുടെ കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ പഠിച്ച പേഷ്യൻസ് കുറച്ചുകൂടി സീരിയസ് ഇഷ്യൂസിലേക്ക് മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ സീരിയസ് ആണ് നമ്മൾ വിചാരിച്ച പേഷ്യൻസ് ചിലപ്പോൾ സെക്കൻഡ് കാറ്റഗറി അവര് ചിലപ്പോൾ സർവൈവ് ചെയ്ത് കുറച്ചുകൂടി അവരുടെ ഗുരുതര അവസ്ഥ തരണം ചെയ്ത് മാറിയിട്ടുണ്ടാകും. ഓക്കെ. മരുന്ന് കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള റിലാക്സേഷൻ കിട്ടിയത് കൊണ്ടോ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളൊരു ബോധ്യം മനസ്സിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റാർക്കും വേറെ ഒന്നും ഞാനല്ലാതെ വേറെ ആർക്കും എന്റെ ബന്ധുക്കൾക്കും മറ്റൊന്നും സംഭവിച്ചില്ല എന്ന് ചിലപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടോ ചിലപ്പോൾ നില ഇച്ചിരി ഭേദമാകാം അല്ലെ. നമ്മുടെ മെന്റൽ ഹാപ്പിനെസ് അതുപോലെ മെന്റൽ സാഡ്നെസ് ഇത് രണ്ടും നമ്മുടെ രോഗാവസ്ഥയെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ആണോ? അങ്ങനെയല്ലേ? നമ്മൾ ഓൾറെഡി എന്തെങ്കിലും രോഗത്തിലാണ്,
അപ്പൊ നമുക്ക് എന്തെങ്കിലും ദുഃഖമായിട്ടുള്ള ഭയങ്കര നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ കൂടി അതിനോടൊപ്പം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഹെൽത്ത് ഇഷ്യൂ ഒന്നുകൂടി വേഴ്സ് ആൻഡ് സിറ്റുവേഷൻസിലേക്ക് പോകും, ഒന്നുകൂടി വേഴ്സ്റ്റ് ആയിട്ടുള്ള മോശം കണ്ടീഷൻസിലേക്ക് പോകും അല്ലെ. അതായത് എന്താ, ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ലാതിരിക്കെ നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത് കൂടി ഡൗൺ ആകുമ്പോൾ രണ്ടും കൂടി ചേർന്ന് നമ്മളുടെ രോഗം മൂർച്ഛിക്കുകയാണ് ചെയ്യുക. അതേസമയം നമ്മൾ ഫിസിക്കലി ഹാപ്പിയാണ് അല്ലെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള സാഡ്നെസ് വന്നാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കാറ്റഗറിയിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒരെണ്ണം ചെക്ക് ചെയ്യാനായിട്ട് വേണം. 2 നഴ്സസ് അവർക്ക് എന്താ പറയാ, അവരുടെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ എഴുത്തുകുത്തുകളൊക്കെ നടത്താറുള്ള നഴ്സസ് മരുന്നിനെ സംബന്ധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പേഷ്യന്റിന്റെ സിറ്റുവേഷൻ സംബന്ധിക്കുന്നതായിരിക്കാം. ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം. ഡോക്ടർമാർ ചെക്ക് ചെയ്യുള്ളൂ. അവരുടെ കൂടെ നഴ്സസിനെ കണ്ടക്ട് ചെയ്യുക. നിങ്ങള് റൗണ്ട്സിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ ഒറ്റയ്ക്കാണ് പോണേ, കൂടെ 1 2 നഴ്സസ് ഉണ്ടായിരിക്കും. കണ്ടിട്ടില്ലേ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്നവരല്ലേ? ഇതേപോലെ തന്നെ ഇവിടെ ഡിസാസ്റ്റർ കണ്ടീഷൻസിലും അങ്ങനെ തന്നെ. പിന്നെ ഒരു ക്ലറിക്കൽ സ്റ്റാഫ് പേഷ്യൻസിന്റെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ചിലപ്പം ആ സംഭവം നടക്കുന്ന സമയത്ത് എന്താ പറയാ, അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഓർണമെന്റ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇന്നതുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതൊക്കെ എഴുതി വെക്കണം. അതുപോലെ തന്നെ അത് ചിലപ്പോൾ അവരുടെ കയ്യിലേക്ക് കൈമാറുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് സൂക്ഷിക്കണം. പേഷ്യന്റിന്റെ അഷുറൻസ്, അവർക്ക് ഒരു ഉറപ്പാണത്. ഇന്ന സാധനത്തെ ക്ലിനിക്കലായിട്ട് അത് നടത്തി അതവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പിന് വേണ്ടി. പിന്നെ 2 അറ്റൻഡൻസ് ഒരു എന്തിനു വേണ്ടിയിട്ട് വെള്ളമോ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഒരു മെഡിക്കൽ കംഫർട്ട്, ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി സപ്ലൈ ചെയ്യാനോ, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസവാക്ക് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ്, പേഷ്യന്റ് എവിടെയാണ്, എവിടേക്കാണ് കൊണ്ടുപോയേക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി എന്ത് മിനിമം ഡോക്യുമെന്റേഷൻ ആണ് ഈ പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മൾ നടത്തേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നഴ്സസ് ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളെ കുറിച്ച് എഴുതുകയോ നോക്കുകയോ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു. വാട്ട് ആർ മിനിമം ഡോക്യുമെന്റേഷൻ ഹാവ് ടു ബി മെയ്ഡ് വൈൽ ദീസ് പേഷ്യൻസ് ആർ ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ? ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ മിനിമം, ഏറ്റവും ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. എന്തൊക്കെയാ? ഒന്ന്, ജനറൽ ഡാറ്റ, പൊതുവായ ചില കാര്യം, ആ ആളുടെ പേര്, സെക്സ്, ഏജ്, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പേഷ്യന്റിന് അവർക്ക് നേരിട്ട് പറയാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ മെഡിക്കൽ ഡാറ്റയാണ്. പ്രിപ്പയർ ഇൻ പേഷ്യന്റ് കാർഡ് ഓർ ഔട്ട് പേഷ്യന്റ് കാർഡ്. അപ്പൊ മെഡിക്കൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ പേഷ്യന്റ് കാർഡ് കൊടുക്കുക, അല്ല ശുശ്രൂഷയൊക്കെ കൊടുത്ത് പോകാൻ പറ്റിയ അവസ്ഥയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്കൊരു ഔട്ട് പേഷ്യന്റ് കാർഡ്, OP കാർഡ്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്യുമെന്റേഷൻ ആണ്. ഓക്കെ, പിന്നെ എന്താ, ചെക്ക് ജനറൽ കണ്ടീഷൻസ്, അതായത് പേഷ്യന്റിന്റെ ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ചില കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന ചില ഉപകരണങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. സ്പ്ലിൻസ്, ടോർണിക്ക. എന്താ ടോർണിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു സ്ട്രിപ്പ് ഓഫ് ക്ലോത്തോ അല്ലെങ്കിൽ ഒരു റബ്ബർ ഒരു ബാൻഡോ ആയിരിക്കാം, ടു സ്റ്റോപ്പ് ബ്ലഡ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ആ ബ്ലഡിനെ ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരുതരം ബാൻഡാണ്, റബ്ബറിന്റെ ബാൻഡ് പോലെയോ ഇങ്ങനെ നന്നായിട്ട് ചുറ്റി വറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം, അതാണ് ടോർണിക്ക എന്ന് പറയുന്നത്. പിന്നെ സ്പ്ലിൻസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ ഈ വലിയ എന്തെങ്കിലും സാധനമൊക്കെ ഇടിഞ്ഞു വീണിട്ട് എല്ലും മറ്റൊക്കെ അസ്ഥികൾക്കൊക്കെ ചിലപ്പോ ഒടിവ് ഇതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താ പറയാ, അതിന്റെ പൊസിഷനൊക്കെ ചിലപ്പോൾ തെറ്റിക്കിടക്കായിരിക്കും. അപ്പൊ അതൊക്കെ തിരുത്താനോ അല്ലെങ്കിൽ നീക്കി വെക്കാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ എക്യുപ്മെന്റ് ആണ്. അതിനെയാണ് സ്പ്ലിന്റ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ വെച്ച് അവരെ ചെക്ക് ചെയ്യാം. അവരുടെ ജനറൽ കണ്ടീഷൻ, പൊതുവായ അവസ്ഥ എന്താണെന്ന് ഇതൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ചിലപ്പോ ഈ ഇത്തരം ഡിസാസ്റ്ററിൽ ഒരുപാട് ഈ കാര്യങ്ങൾ രണ്ടും നടക്കാം. ഒന്ന്, ചിലപ്പോൾ ദർ വിൽ ബി ആൻ ഓവർഫ്ലോ ഓഫ് ബ്ലഡിന്റെ ഒരു ചിലപ്പോൾ അതിശക്തമായ ഒരു ഒഴുക്കുണ്ടാകും. നല്ല ബ്ലീഡിങ് വരും ഏതെങ്കിലും മുറിവോ മറ്റൊക്കെ ഉണ്ടായ സ്ഥലത്ത്. അപ്പൊ ആ ബ്ലീഡിങ് നമുക്ക് നിർത്തണം. അതിന് വേണ്ടിയിട്ട് ടോർണിക്ക, ആ പറഞ്ഞ സാധനം, എന്താ തുണിയോ അല്ലെങ്കിൽ ബാൻഡ് പോലത്തെ സാധനം വെച്ചിട്ട് അത് വലിഞ്ഞ് ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ സ്പ്ലിൻസ് ഉപയോഗിക്കേണ്ടി വരും. അതെവിടെയാണ് ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണിട്ട് കാലോ കയ്യോ എവിടെയെങ്കിലും ഒക്കെ ഒടിഞ്ഞ് അതിന്റെ എരിലും ഒക്കെ മുറിഞ്ഞും ഒടിഞ്ഞൊക്കെ നുറുകിയൊക്കെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടും അതിന്റെ ചെക്ക് ചെയ്യാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ എക്യുപ്മെന്റ് ആണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ച് ചെക്ക് ചെയ്യുന്നതാണ് ഏത്, മൂന്നാമത്തെ. അടുത്തത് അഡ്മിഷൻ രജിസ്റ്റർ. അതായത് പ്രിലിമിനറി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, അതായത് പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അഡ്മിഷൻ രജിസ്റ്റർ, ഇത് തുടങ്ങുമ്പോൾ തന്നെ ആളെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് വെക്കേണ്ട ഒരു രജിസ്റ്റർ ആണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് മിനിമം ഇത്രയും ഡോക്യുമെന്റ്സ് എങ്കിലും അത്തരം ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് വേണ്ടി കീപ്പ് ചെയ്യണം. അപ്പൊ ഏതൊക്കെ മിനിമം ഡോക്യുമെന്റേഷൻസ് ആണ് ഡിസാസ്റ്ററിൽ വരുന്ന പേഷ്യൻസിന് വേണ്ടി വരിക എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനകത്ത് വരുന്ന 4 മറക്കണ്ട. ജനറൽ ഡാറ്റ ലൈക്ക് നെയിം, ഏജ്, സെക്സ്,
പിന്നെ മെഡിക്കൽ ഡാറ്റ പ്രിപ്പയർ ഇൻ പേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് കാർഡ് ഏതെങ്കിലും ഒരെണ്ണം. ചെക്ക് ജനറൽ കണ്ടീഷൻസ് യൂസിങ് സ്പ്ലിൻസ് ആൻഡ് ടോർണിക്കൽ. ദെൻ അഡ്മിഷൻ രജിസ്റ്റർ ആണ് ഫോർ പ്രിലിമിനറി ഡയഗ്നോസിസ്, അതായത് പ്രിലിമിനറി നടത്തുന്ന ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ. ഈ 4 മറക്കണ്ട. മിനിമം ഡോക്യുമെന്റേഷൻസ് ഏതൊക്കെ ആയിരിക്കണം? while arriving the patients to the hospital at the time of disaster. എന്തൊക്കെ മിനിമം ഡോക്യുമെന്റേഷൻ ആണ് വേണ്ടത് എന്ന് ചൂടെ കൊടുത്തിരിക്കുന്നല്ലേ, ഏതൊക്കെ വരും എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് വൺ ട്രയൽ അറ്റ് ദ ഹോസ്പിറ്റൽ. ഇനി നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ നടത്തുന്ന ട്രയൽ. ഇതൊക്കെ വീണ്ടും അതിനൊക്കെ തന്നെയാണ് പറയണേ. When the hospitals are patients are reached at the hospitals or arriving at the hospital, they need a triage. നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അവർക്ക് ഒരു സോർട്ടിങ് ആവശ്യം വരും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, that means they may have some changes in the conditions of the patients. Patientsന്റെ കണ്ടീഷൻസിൽ അവസ്ഥകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ അറൈവ് ചെയ്തതിന് ശേഷവും ട്രയേജ് പേഷ്യൻസിന് നടത്തേക്ക് വരും അല്ലെ. അപ്പൊ ഒരുപാട് ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് അറ്റ് സെയിം ടൈം ഒരേ സമയത്ത് ഹോസ്പിറ്റൽസിലേക്ക് വരും. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? അത് നമുക്ക് വീണ്ടും ഒന്നുകൂടി സോർട്ട് ചെയ്യണം. അങ്ങനെ സോർട്ട് ചെയ്യുന്നത് വീണ്ടും അവർ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന സോർട്ടിങ് നമ്മൾ എന്താ പറയാ ചേഞ്ചിങ് കണ്ടീഷൻസ് പേഷ്യൻസിൽ വന്ന മാറ്റങ്ങൾക്ക് വിധേയമായി വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ചിലപ്പോൾ ഡിസാസ്റ്ററിന്റെ സ്ഥലത്തുനിന്ന് പോന്നപ്പോ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 തരംതിരിച്ച് വിട്ടിട്ടുണ്ടാവും പേഷ്യൻസിനെ. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോ അവരുടെ കണ്ടീഷൻസിൽ ചേഞ്ചസ് വന്നില്ലേ, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യും? കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ ഹോസ്പിറ്റലിനകത്ത് കാറ്റഗറൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2 ആൻഡ് പ്രയോറിറ്റി 3. എങ്ങനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. മുൻഗണനാ ക്രമമാണ് ഒന്നാമത്തെ ക്രമം പ്രയോറിറ്റി 1, രണ്ടാമത്തെ പ്രയോറിറ്റി സെക്കൻഡ് കാറ്റഗറി. അതായത് രണ്ടാമത്തെ കാറ്റഗറൈസ് ഇവിടെ വന്നിട്ട് ചെയ്യുന്ന കാറ്റഗറൈസേഷൻ ആണ്. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? നമ്മൾ ഡിസാസ്റ്ററിന്റെ സ്ഥലത്ത് വെച്ച് പറയുന്ന ആ കാറ്റഗറൈസേഷന് ശേഷം സോർട്ടിങ്ങിന് ശേഷം again when the patients are brought to the hospital should be categorized or sorted. വീണ്ടും സോർട്ട് ചെയ്യണം. അത് പ്രയോറിറ്റി അനുസരിച്ചാണ്. ആരെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത് അല്ലെ, ആർക്കാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വിതിൻ 1 hour, ഒരു അവർ പോലും അതിൽ താഴെ നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട ചികിത്സകൾ ആർക്കൊക്കെയാണ്, അങ്ങനെയാണ്. അത് പ്രയോറിറ്റി 1ലും അങ്ങനെ 2, 3 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ നോക്കാം എന്തൊക്കെയാണെന്ന് അതിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയിൽ ഏതൊക്കെ ആളുകളെയാണ് വേഗം ചികിത്സിക്കേണ്ടതെന്നാണ്. അപരോഗത്തിന്റെ അല്ലെങ്കിൽ ആ ആളെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അക്യൂട്ട് കാർഡിയോ റെസ്പിറേറ്ററി ഇനാഡക്വേറ്റ്, ആവശ്യത്തിന് എന്താ പറയാ ശ്വാസം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അല്ലെ, കാർഡിയോവുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പിറേഷൻ ഒക്കെ ഡൗൺ ആയി പോകുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് അവർക്ക് ചികിത്സ കൊടുക്കണം. അപ്പൊ അധികം നേരം അവർക്ക് വേണ്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. സിവിയർ ഹോമറേജ്. സിവിയർ ഹോമറേജ് എന്താ? രക്തസ്രാവം ഭയങ്കരമായിട്ട് ഒരുപാട് ബ്ലഡ് ഒക്കെ തലയുന്നോ എവിടെയെങ്കിലുമൊക്കെ ബ്ലഡ് ഇങ്ങനെ ഒരുപാട് വേഗം ഒത്തിരി സ്പീഡിൽ അതിങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ. പിന്നെ ഇന്റേണൽ ബ്ലീഡിങ്, അത് പരിശോധിച്ചാൽ അറിയുള്ളൂ. ഉള്ളിൽ ചിലപ്പോൾ ചിലർക്ക് പുറത്തേക്ക് ബ്ലീഡിംഗ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഇന്റേണൽ ആയിട്ട് ഇപ്പൊ തലയ്ക്കകത്തേക്കോ അല്ലെങ്കിൽ വേറെ വയറിനകത്തോ അങ്ങനെ വേറെ ഏതെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന് വന്നിരിക്കുന്ന ക്ഷതം, അതുകൊണ്ടുണ്ടാകുന്ന ഇന്റേണൽ ബ്ലീഡിങ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അവരെയും പെടുത്തണം. റപ്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന വലിയ തകർച്ച, ഇത് പൊട്ടിപ്പോ ചതഞ്ഞോ ഒക്കെ പോയത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ സിവിയർ ഷോക്ക്, ഈ പറയുന്ന ഡിസാസ്റ്ററിന്റെ ഫലമായിട്ടുണ്ടായ വലിയൊരു ഷോക്ക് സംഭവിച്ചിട്ട് ചിലപ്പോ ചിലരിങ്ങനെ കൊമ പോലെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര്. പിന്നെ എന്താ പറയാ സ്കൾ ഇഞ്ചുറീസ് വിത്ത് കൊമ, സ്കില്ലല്ല അത് സ്കളാണ്, സ്കൾ ഇഞ്ചുറീസ്. തലയോട്ടിയിലൊക്കെ വലിയ ഇഞ്ചുറി ഒക്കെ സംഭവിച്ച് കോമ സ്റ്റേജിലേക്ക് പോയി മിണ്ടോ വരങ്ങോ ഒന്നും ചെയ്യാത്ത രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഇവർക്കെല്ലാം പ്രയോറിറ്റിയാണ്, ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. ഇവരെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. മനസ്സിലായോ? ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി സോർട്ട് ചെയ്യുമ്പോൾ പ്രയോറിറ്റി 1ൽ വരുന്ന കുറച്ച് എന്താ പറയാ അവസ്ഥകൾ, കുറച്ച് രോഗാവസ്ഥകളാണ് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ? acute cardiorespiratory inadequate, severe hemorrhage, internal bleeding, rupture of internal organs, state of severe shock and skull injuries with the coma. Skull എന്ന് ആക്കണോട്ടത്, skull SKULL ആയി മാറ്റി യുവാക്ക. ഓക്കെ, മനസ്സിലായല്ലോ? അത് എക്സാമ്പിൾ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടിക്കറ്റ് 3 പ്രയോറിറ്റിയിലെയും എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടന്റ്. 3 പ്രയോറിറ്റി
പ്രയോറിറ്റിയിലെയും എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എക്സാമ്പിൾസ് അണ്ടർലൈൻ ചെയ്യണം. Okay, then second priority emergency കേസസിനേക്കാളും കുറച്ചുകൂടി ഫ്യൂ അവേഴ്സ് വി ക്യാൻ വെയിറ്റ് ഫോർ ദ ട്രീറ്റ്മെന്റ്. ഒരു 3, 4 അല്ലെങ്കിൽ 5, 6 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ചില രോഗങ്ങളുടെ എക്സാമ്പിൾസ് ആണ്. സം എക്സാമ്പിൾസ് ആർ എന്നാണ് കേട്ടോ. അത് സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം എന്തോ കിടക്കുന്നുണ്ട്. SOME സം എന്നാക്കുക. SONIC എന്നെങ്ങാണ്ടോ ആണ് കിടക്കുന്നത്. അതൊന്ന് മാറ്റി സം എക്സാമ്പിൾസ് ആർ എന്നാക്കുക. കുറച്ച് എക്സാമ്പിൾസ് പ്രയോറിറ്റി 2 പറയുന്നുണ്ട്. Intestinal lesions, severe hemorrhage, open joint and bone injuries, multiple injuries with shock, extensive closed fractures and dislocations, skull injuries without the coma. Okay, രണ്ടാമത്തെ കാറ്റഗറി intestinal lesions ആണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ എന്താ പറയാ ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ ഒക്കെ ഉണ്ടല്ലേ, പണിക്കുടലും ചെറുകുടലും ഒക്കെ. അപ്പൊ കുടൽ സംബന്ധമായിട്ടുള്ള ചില ക്ഷതങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന മുറിവുകൾ, അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള രക്തസ്രാവം. അപ്പൊ കുടലുകൾക്ക് ഉണ്ടാകുന്ന ക്ഷതം കൊണ്ട് ഉണ്ടാകുന്ന ചില രക്തസ്രാവം ഒക്കെ ഉണ്ടാകും. അപ്പൊ അത് സെക്കൻഡ് പ്രയോറിറ്റിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. കുറച്ച് സമയം കൂടി അത് വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ഒന്നാമത്തെ പ്രയോറിറ്റിയിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിച്ച് പെട്ടെന്ന് അവരെ ആ ഒരു സെക്കൻഡ് കാറ്റഗറി രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരെ സെക്കൻഡ് കാറ്റഗറിയിലുള്ളവരെ ട്രീറ്റ് ചെയ്യാനോ. അതാണ്. പിന്നെ ഓപ്പൺ ജോയിന്റ് ആൻഡ് ബോൺ ഇഞ്ചുറീസ്, ഈ നമ്മളുടെ ജോയിന്റുകളിലൊക്കെ ഉണ്ടാകുന്ന ഒടിവ് അല്ലെങ്കിൽ അത് ഒടിഞ്ഞ് കഷ്ണമായി പോകുക, അതുപോലെ ബോണിന് എല്ലിന് ഉണ്ടാകുന്ന ക്ഷതങ്ങളൊക്കെ. മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് വിത്ത് ഷോക്ക്, ഒരുപാട് മുറിവുകൾ, ശരീരത്തിന്റെ പല പല സ്ഥലങ്ങളായിട്ട് മുറിവും അതോടൊപ്പം തന്നെ ഷോക്കും കൂടി വരുന്ന അങ്ങനത്തേത് പ്രയോറിറ്റി 2ലാണ്. പിന്നെന്താ, എക്സ്റ്റെൻസീവ് ക്ലോസ്ഡ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻസ് എന്ന് വെച്ചാൽ എന്താ, ഒടിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങി പുറത്തേക്കൊന്നും പോയിട്ടില്ല, അതായത് മുറിഞ്ഞ് വീഴത്തൊന്നുമില്ല, ഒടിഞ്ഞു കിടക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഡിസ്ലൊക്കേഷൻ, ഇവിടെയൊക്കെ ചിലപ്പോ കുഴ തെറ്റുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കുഴ തെറ്റുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. അതെ, അപ്പൊ ഡിസ്ലൊക്കേഷൻസും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞ് അറ്റുപോകാത്ത രീതിയിലുള്ള ഫ്രാക്ചേഴ്സും ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി ആണ്. പിന്നെ സ്കൾ ഇഞ്ചുറീസ്, അതുപോലെ തലയോട്ടിയിലുണ്ടാകുന്ന മുറിവുകൾ, പക്ഷെ കോമ സ്റ്റേജ് ഒന്നുമല്ല, അങ്ങനെയുള്ളവർക്ക് കുറച്ച് നേരം കൂടി ഫ്യൂ അവേഴ്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിലേ ചെയ്യാം നമ്മുടെ ട്രീറ്റ്മെന്റിന്. ഓക്കെ, അങ്ങനത്തെ കേസസ്, എമർജൻസി കേസസ് ആണ് പ്രയോറിറ്റി 2നുള്ള എക്സാമ്പിൾസ്. ഓക്കെ, ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം. ഇന്റസ്റ്റിനൽ ലെസിയൻസ്, ലെസിയൻസ് മീൻസ് മുറിവുകൾ, ഇഞ്ചുറീസ് എന്ന് തന്നെയാണ് അതിനൊരു വേറെ സിനോണിം പദമാണ്. സിവിയർ ഹെമറേജ്, open joint and bone injuries, multiple injuries with shock, extensive closed fractures and dislocations, skull injuries without coma. Clear? Yes, then category 2, അല്ലെങ്കിൽ priority 2, those have to given sport attention. എന്ന് വെച്ചാൽ എന്താ, അവരെ അവിടെ തന്നെ എവിടെയാണ് സ്പോട്ടില് അവർക്ക് അവിടെ വെച്ചിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്താൽ മതി. ബിക്കോസ് ദേ ഹാവ് ചാൻസസ് ടു സർവൈവ് കമ്പയർഡ് ടു അതേഴ്സ്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു രീതിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് എന്താ പറയാ വലിയ സീരിയസ് ആയിട്ടുള്ള കേസസ് ഒന്നുമില്ല. എന്ത് ചെയ്താൽ മതി, അവർക്ക് അവിടെ ഒരു പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് അത്രയും അറ്റൻഷൻ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ വേഗം എവിടെയെങ്കിലൊക്കെ മാറ്റി നിർത്താം. അത്രേ ഉള്ളൂ. ആ ഒരു കാറ്റഗറിയിൽ അത്രയും വരുന്നുള്ളൂ. ദോസ് ഗിവൺ അറ്റൻഷൻ ഓൺ ദി സ്പോട്ട്. ആ സ്പോട്ടിൽ മാത്രം നമുക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ സ്ഥലത്തേക്ക് വല്ല ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ICUലേക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പ്രൈം കൺസേൺ ഈസ് ഗവേൺഡ് ടു ദ മോർ സീരിയസ് കേസസ്. അതായത് നമുക്കറിയാം, സർവൈവൽ ചെയ്യാൻ പറ്റുന്ന ചാൻസസ് ഉള്ള ആളുകൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യത്തെ കൺസേൺ കൊടുക്കേണ്ടത്, ആദ്യം പരിചരിക്കേണ്ടത് അവരെയാണ്. അപ്പൊ പ്രയോറിറ്റി 3ല് നമുക്ക് ആ സ്പോട്ട് അറ്റൻഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ക്ലിയർ ആയോ? ഇപ്പൊ 3 പ്രയോറിറ്റിയില് 2 പ്രയോറിറ്റിയിലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഉള്ള എക്സാമ്പിൾസ് ആണ് തന്നേക്കണേ കേട്ടോ. പ്രയോറിറ്റി 1ലും പ്രയോറിറ്റി 2ലും. Then after the preliminary treatment is given to the patients, ഈ പേഷ്യൻസിന് ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും അവരെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ അവരുടെ പ്രാഥമിക ശുശ്രൂഷകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം they will be sent to the specialized centers if necessary, otherwise to any other places or transferred to any other spot they can be evacuated. ഇങ്ങനെ പരിശോധിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി അവരുടെ എന്താ പറയാ ജീവൻ നമ്മൾ തിരിച്ചു പിടിച്ചു എന്നുവെച്ചാൽ അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിനെ നമ്മൾ ഓവർകം ചെയ്ത് അവർ ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ തലച്ചോറിനൊക്കെ വലിയ ഇഞ്ചുറി ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക്
ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അപ്പൊ ഏത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലാണോ ആ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാം, മാറ്റാം. അല്ലാതെ അവിടെ ഇവിടെ ഇടാൻ പാടില്ല. വേറെ നമ്മള് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വേഗം തന്നെ സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സിലേക്ക് മാറ്റാം. അതല്ലാത്തവർക്ക് അത്രയധികം മേജർ ആയിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല, മെഡിക്കൽ അവർക്ക് കൊടുത്താൽ മതി. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വാർഡിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് സ്പോട്ടിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് വിടാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് തന്നെയായാലും നമ്മൾ എന്താ പറയാ, പ്രയോറിറ്റി അനുസരിച്ച് തന്നെ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കണം. 60% ഓഫ് ദ കാഷ്വാലിറ്റീസ് തീർച്ചയായിട്ടും വിൽ ബി ഗിവൺ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. ഈ പറയുന്ന ഡിസാസ്റ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 10-60% ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസിൽ ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് എല്ലാ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതില് എന്താ പറയാ, കുറച്ച് 1/3, ഒരു 1/3 ഭാഗം, 1/3 ഒരു ഭാഗമൊക്കെ മാത്രമേ വളരെ എമർജൻസി സർജറി സിറ്റുവേഷൻസിലേക്കൊക്കെ പോകുന്നുള്ളൂ എന്ന് പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അതൊരു എന്താ പറയാ, ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ അവർ പറഞ്ഞിരിക്കുന്നത് മാത്രം. ഒരു ഡിസാസ്റ്റർ ഓർക്കർ ചെയ്ത് കഴിഞ്ഞാൽ 60% ഓഫ് ദ പേഷ്യൻസിനും നമ്മൾ ഇതുപോലുള്ള എമർജൻസി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെന്നും അതിൽ 1/3 ആളുകൾക്കും എന്താ പറയാ എമർജൻസി ആയിട്ടുള്ള സർജറീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നും പഠനങ്ങളാണ് തെളിയിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊരു എന്തെങ്കിലും തരത്തിലുള്ള പഠനങ്ങൾ അവർ നടത്തിയതിനു ശേഷം കണ്ടെത്തിയ എന്തെങ്കിലും കണ്ടെത്തലുകളായിരിക്കാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും അത് വായിച്ചൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ പ്രയോറിറ്റി 1 and 2 വന്നിരിക്കുന്ന ഏതൊക്കെ പേഷ്യൻസിനെ ആദ്യം ട്രീറ്റ് ചെയ്യണം എന്നുള്ള എക്സാമ്പിൾസ് ഒന്ന് എന്തായാലും ആവശ്യമാണ്, നിങ്ങൾ അതൊന്ന് ടിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത എന്താ, പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയാസ് ആൻഡ് അലൊക്കേഷൻ ഓഫ് പേഷ്യൻസ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയാസ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഇനി എന്ത് ചെയ്യണം, എന്താ പറയാ, നമുക്ക് അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന സമയത്ത് വാർഡുകള് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള വാർഡുകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള വാർഡുകളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ വാർഡുകളിലൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ കിടത്തേണ്ടി വരും. അന്നേരം നമുക്ക് എന്ത് പറ്റും, നോർമൽ വർക്കിംഗ് കണ്ടീഷനിലാണെങ്കിൽ അവരുടെ ബെഡും അല്ലെങ്കിൽ വാർഡിലുള്ള റൂമുകളും അല്ലെങ്കിൽ എന്താ പറയാ ഹോസ്പിറ്റൽസിന്റെ റൂമുകളും ഒക്കെ തന്നെ മതി, സഫീഷ്യന്റ് ആണ്. പക്ഷെ ഇത്തരം ഡിസാസ്റ്ററിൽ വരുമ്പോ ഈ വാർഡുകളൊന്നും സഫീഷ്യന്റ് ആയിരിക്കില്ല. പേഷ്യന്റിനെ ഹോൾഡ് ചെയ്യാൻ വാർഡുകൾ ചിലപ്പോൾ ആവശ്യത്തിന് തികയില്ല. സോ ദാറ്റ് എന്ത് ചെയ്യണം, അവിടുത്തെ ഫെസിലിറ്റീസ് നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ സമയത്ത് കുറച്ച് എക്സ്ട്രാ റൂംസോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാ, എളുപ്പം തന്നെ ഉണ്ടാകാൻ പറ്റുന്നതാണോ ഒരു മുറി എന്ന് പറയുന്നത്? ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് മാൻ പവർ, മനുഷ്യന്മാരൊക്കെ വേഗം തന്നെ ജോലിക്കാരൊക്കെ എടുത്ത് ആവശ്യത്തിന് ചെറിയ എക്യുപ്മെന്റ്സ്, ചെറിയ റിസോഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും വെച്ച് തിരിക്കാം, അല്ലെ, ഒരു ബോർഡ് പോലെ എന്തെങ്കിലും വെച്ച് തരംതിരിക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേന്താ പറയുക, ചില സ്ഥലത്തൊക്കെ സ്ക്രീൻ പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, അതൊക്കെ ഇട്ട് തരംതിരിച്ചിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അവിടെയൊക്കെ ചിലപ്പോൾ ആളുകളെ കിടത്താം അല്ലെങ്കിൽ ഇരുത്താം. അങ്ങനെ പറ്റുന്ന ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ശുശ്രൂഷയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ളവരൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാറ്റാം. ഇനി ഇഫ് നെസസറി പേഷ്യൻസ് ദോസ് ഹു ഹാവ് ടു ബി ട്രാൻസ്ഫർ ഓർ ഡിസ്ചാർജ്ഡ് ഷുഡ് ബി ഡൺ പ്രോംപ്റ്റ്ലി. ഇനി അവിടെ ഉള്ള പേഷ്യൻസിനെ ഏതെങ്കിലേക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ഉണ്ടോ, ഇതൊക്കെ വേഗം ചെയ്യുക. അപ്പൊ ഈ പ്ലാൻ, ഡിസാസ്റ്റർ പ്ലാനിൽ ഇതൊക്കെ എളുപ്പം ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റൂല. പറ്റുമോ? പുതുവർപ്പിക്കാൻ പറ്റുന്നതാണോ ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന ബിൽഡിങ്സ്? എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കാം ബിൽഡിങ്ങിന്റെ. ഓക്കെ, ഹോസ്പിറ്റലിനകത്തുള്ള ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓക്സിലറി വാർഡ്സ്, അതായത് ഹെൽപ്പ് ചെയ്യുന്ന മറ്റേതെങ്കിലും വല്ല വാർഡുകളോ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വല്ല മുറികളോ ഏതൊക്കെയാണെങ്കിലും ഹോൾഡിംഗ് ഏരിയാസ് പറ്റുന്ന സ്ഥലത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഇവരെ ഹോൾഡ് ചെയ്യാനായിട്ട്, പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഏതാണെന്നറിയോ, ദ പ്ലാൻ ഷുഡ് പ്രൊവൈഡ് ഫോർ എക്സ്പാൻഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ യൂസിംഗ് നിയർ ബൈ ബിൽഡിംഗ്സ് ഫോർ യൂസ് ആസ് ഓക്സിലറി വാർഡ്സ് ഓർ ആസ് ഹോൾഡിംഗ് ഏരിയാസ് ഇഫ് നെസസറി. പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓക്സിലറി വാർഡുകളോ അല്ലെങ്കിൽ അടുത്തുള്ള ബിൽഡിങ്സോ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേക എക്സ്റ്റൻഷൻ വിഭാഗമായിട്ട് കൺസിഡർ ചെയ്ത് പേഷ്യൻസിനെ അവിടേക്കൊക്കെ കൊണ്ടുപോകാം. തൊട്ടടുത്ത് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ബിൽഡിംഗ് അല്ലെങ്കിലും തൊട്ടപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഉദാഹരണത്തിന് അവിടെ പറയുന്നുണ്ട് തോന്നുന്നത്, ക്ലാസ് റൂമുകള് തൊട്ടടുത്തൊക്കെ വല്ല സ്കൂളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ക്ലാസ് റൂംസ്
ഓക്കെ, അല്ല ഒരുപാട് ദൂരെയുള്ള സ്കൂളിൽ കൊണ്ടുപോയി ക്ലാസ് റൂമിൽ ഇടാനൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് പോയി അവരെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ചിലപ്പോ എന്താ പറയാ ചെറിയ അംഗനവാടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന വേറെ ഏതെങ്കിലും റൂമുകൾ അടുത്ത പ്രദേശങ്ങളിലൊക്കെ തൊട്ടടുത്ത ഹോസ്പിറ്റൽസിനോട് നിയറസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാഷ്വാലിറ്റീസിനെ നമുക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യാം, ഇവാക്യുവേറ്റ് ചെയ്ത് പാർപ്പിക്കാം, റിട്ടേൺ ചെയ്യാൻ പറ്റും. അത് നമ്മളത് വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഷുഡ് ബി പ്രീ ഡിറ്റർമിൻഡ് ആസ് ടു വിച്ച് വാർഡ്സ്, rooms, classrooms, etc. will be used for housing the casualties. ആ നേരത്തെ ഓടി ചെന്നിട്ട് ചേട്ടാ ഇവിടെ ഇത്തിരി സ്ഥലം തരോ, രോഗികളെ കുറച്ചുകൊണ്ട് കിടത്താനല്ല, അല്ലെങ്കിൽ മുറി കൂട്ടി കിടക്കുന്ന ഒരു വീടാണ്, ഹോസ്പിറ്റലിനോട് ചേർന്നാണ്, അപ്പൊ അവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതുപോലെയുള്ള ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു പരിസരം അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഭാഗം നമുക്ക് എന്താ പറയാ പേഷ്യൻസിനെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് റിട്ടൈൻ ചെയ്യാനായിട്ട് സ്ഥലമെന്നൊക്കെ അപ്പ ചെന്നിട്ടല്ലേ ചോദിക്കാം. അതൊക്കെ നേരത്തെ നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ സ്കൂളാണെങ്കിൽ ആ സ്കൂളുകളിലേക്ക് ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പാരന്റ്സും പിന്നെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും ഒക്കെയാണ് അവിടെ സ്കൂളുകളിൽ ഉണ്ടാകുക. അവരൊക്കെയാണ് സ്കൂളുകളിലേക്ക് എപ്പോഴെപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അതല്ലാത്ത ആൾക്കാർ പോകുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഇല്ല. പക്ഷെ നമ്മള് എന്താ പറയാ, അതിന് എന്തെങ്കിലും പെർമിഷൻ വേണം. നമുക്ക് എന്തെങ്കിലും കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ട് അതിന്റെ ഗേറ്റിനകത്തോട്ട് പ്രവേശിക്കുന്നുള്ളൂ. പക്ഷെ വെള്ളപ്പൊക്കം വന്നപ്പോ ഇവിടെ സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും മാത്രമേ പെർമിഷൻ ഉള്ളൂ, ബാക്കിയുള്ളവർ പുറത്തേക്കൊന്നും പറഞ്ഞില്ല. അന്നേരം എന്ത് ചെയ്തു, എല്ലാവരും എല്ലാവരും കയറി അവർക്ക് സേഫ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഒന്ന് കയറി എന്താ പറയാ നനഞ്ഞിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് എന്താ പറയാ ഉണക്കാൻ, തന്നെ ഉണക്കാനാണ്, ഊരിയൊന്നും അല്ല. അപ്പൊ എന്ത് ചെയ്തു, ഒന്ന് സേഫർ പൊസിഷനിലേക്ക് ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും അന്നേരം കയറി. അന്നേരം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല, അവരുടെ പാരന്റ്സും അല്ല, പക്ഷെ നമ്മൾ കയറി. ഓക്കെ, അപ്പൊ അതിന് അനുവാദമുണ്ട്, അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്, നിയമപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽസ് ഇതുപോലെയുള്ള ബിൽഡിങ്സ് എന്ത് ചെയ്തോളണം, അവരുടെ പ്ലാനിൽ ദേ ഹാവ് ടു ഡിറ്റർമിൻ ആസ് ഏർലി ആസ് പോസിബിൾ, നേരത്തെ തന്നെ അത് ഡിറ്റർമിൻ ചെയ്ത് വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കണം, റെഡി ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഓൾസോ സിസ്റ്റമാറ്റിക്കലി ഡിഫൈൻ ദ നമ്പർ ഓഫ് ബെഡ്സ്, എത്ര ബെഡ് ഉണ്ട് അവിടെ, എവിടെയൊക്കെയാണ് നമുക്ക് അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക, ആരൊക്കെയാണ് ആ ജോലിക്ക് ഈ ബെഡും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും അവർ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കണം. ക്ലിയർ ആണോ? ആ സെക്കൻഡ് പാരഗ്രാഫിന്റെ ഈ പേജിലെ സെക്കൻഡ് പാരഗ്രാഫിന്റെ ഇറ്റ് ഷുഡ് ബി പ്രീ ഡിറ്റർമിൻഡ് ആസ് ടു വിച്ച് വാർഡ്സ്, ക്ലാസ് റൂംസ് എക്സെട്ര will be used for housing the casualties എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഈ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഇനി ഓൾസോ ഇനിയും നേരത്തെ കൂട്ടി തീരുമാനിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ അവർക്ക് വെക്കാൻ പറ്റുന്ന മറ്റേ കബേർഡ് ഐറ്റംസ്, ഡ്രഗ്സും മെഡിസിൻസും ഒക്കെ വെക്കാൻ പറ്റുന്ന കബേർഡ്, അതുപോലെ അവരുടെ ഡ്രസ്സിങ്സ് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഡ്രസ്സിങ്സ് തൽക്കാലത്തേക്കാണ്, വലിയ വിലയുടെ ഒന്നുമല്ല, ആവശ്യത്തിന് ഒരു ഡിസാസ്റ്ററിൽ പെട്ടെന്നൊക്കെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, വിത്തിരുന്ന വിഷം മാത്രമായിരിക്കും, അപ്പൊ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചില ഡ്രസ്സിങ്സ്, പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, ട്രേസ്, മറ്റ് ഇസെൻഷ്യൽ ആയിട്ടുള്ള വാർഡിൽ വേണ്ട ചില കാര്യങ്ങൾ, അതൊക്കെ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കണം. എല്ലാം നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കണം എന്നാണ്, കുറച്ച് പേഷ്യൻസിന് വേണ്ടിയെങ്കിലും. അതായത് ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റർ നേരത്തെ പറഞ്ഞു കൂട്ടി വരുന്നതല്ല. അപ്പൊ ആ നേരത്തെ നമുക്ക് ഇതിനെല്ലാം വേണ്ടി ഓടാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതുമൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈച്ച് ഏരിയ ഷുഡ് ഹാവ്, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ, ഷുഡ് ഹാവ് എ പ്രീ ഡിറ്റർമിൻഡ് കോംപ്ലിമെന്റ്സ് ഓഫ് beside items and cupboard of drugs and medicines, dressings, instrument trays and other essential items required in the wards. Underline ചെയ്തോ? Yes. അടുത്തത് എന്താ? ഇനി സർജൻസ് ആൻഡ് ഫിസിഷ്യൻസ്, ഇത് ഹോസ്പിറ്റലിലെ നമ്മൾ പറഞ്ഞു സോർട്ട് ചെയ്യുന്ന സമയത്ത് സോർട്ടിംഗ് സ്റ്റാഫിന് നമുക്ക് എന്താ പറയാ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ് സർജൻസും ഫിസിഷ്യൻസും. അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു അഡ്ജസ്റ്റ് ദംസെൽസ് ടു ദ പ്രസന്റ് സിറ്റുവേഷൻ അറ്റ് ദ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സമയത്തേക്ക് വേണ്ടി ഇവരെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഹോസ്പിറ്റൽസിൽ എനിക്ക് വേറെ ജോലിയുണ്ട്, അവിടെ എനിക്ക് വേറെ എന്റെ പേഷ്യന്റ് ഉണ്ട് അന്നൊന്നും പറയാതെ
അവർ ഈ ഒരു ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് പല അഡ്ജസ്റ്റ്മെന്റുകളും ഹോസ്പിറ്റൽസിൽ നടത്തണം. അവർ സ്വന്തമായിട്ട് നടത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ. അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾ അതുപോലെ തന്നെ സർജിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെ ഉണ്ടോ, they also have to participate in the caring of the victims, those who are brought from the ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന വിക്ടിംസിനെ കെയർ ചെയ്യാനായിട്ട് ആര് വേണം? അവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകൾ. ഞാൻ ഇന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ്, ഇന്ന സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഡിസാസ്റ്ററുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോ കാർഡിയോളജി വിഭാഗമായിരിക്കും, ഏതെങ്കിലും തരത്തിലും മറ്റേതെങ്കിലും ഇതുകൊണ്ട് ഉണ്ടായ ഡിസാസ്റ്റർ കൊണ്ട് വല്ല ഒടിവും ചതവും ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വന്നിരുന്ന ആൾക്കാരെ ഞാൻ എന്തിനാ ചികിത്സിക്കുന്നത്, ഞാൻ കാർഡിയോളജിസ്റ്റ് ആണ് അന്നും പറഞ്ഞ് മാറിക്കാൻ പാടില്ല. അവരും എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഡിസാസ്റ്ററിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ നോക്കാനായിട്ട്. അതുപോലെ മറ്റ് മെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരും, സർജിക്കൽ സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരും ആ ഒരു മാനേജ്മെന്റിൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ അത് എന്താ പറയാ, അവരുടെ കൺട്രോളിലല്ല, അതാണ് പറഞ്ഞേക്കണം. ഈവൺ ഇഫ് ദ ഇഞ്ചുറീസ് ആർ ഔട്ട്സൈഡ് ദർ സ്പെഷ്യലൈസേഷൻ, അവരുടെ സ്പെഷ്യലൈസേഷൻ ഫീൽഡിൽ അല്ല എങ്കിൽ പോലും അവർ ഈ ഒരു ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന വിക്ടിംസിനെ കെയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതെന്റെ ഏരിയ അല്ല എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റില്ല. ആ ഈവൺ ഇഫ് ഇല്ലേ, അതിന്റെ അവിടെ കോമയാണ് കേട്ടോ. ഈവണിന്റെ ഈ ക്യാപിറ്റൽ ലെറ്റർ വേണ്ട. ഇങ്ങനെയാണ് സെന്റൻസ്. Under the direction of the specialist concerned, all the medical and surgical staff. പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ആരൊക്കെയാണ് വിളിക്കുന്നത്. ഇന്ന ഡിസാസ്റ്റർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പേഷ്യൻസിനെ നോക്കാനായിട്ട് വരണമെന്ന് ആരും നമ്മളെ അന്വേഷിച്ചാലും മെഡിക്കൽ ഓഫീസേഴ്സും അതുപോലെ സർജിക്കൽ സ്റ്റാഫുകളും ഒക്കെ എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേഷൻ ഇൻ ദ കെയർ ആൻഡ് മാനേജ്മെന്റ്. ഈവൺ അവിടെ കോമ ഇട്ടിട്ടാണ് ഈവൺ വരേണ്ടത്. ഇവിടെ ദ ഇഞ്ചുറീസ് ആർ ഔട്ട്സൈഡ് ദർ സ്പെഷ്യലൈസേഷൻ. തങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏരിയയ്ക്ക് പുറമെയാണെങ്കിൽ പോലും ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫും അതുപോലെ സർജിക്കൽ സ്റ്റാഫും അവര് ആരാണോ ഡിറക്ട് ചെയ്യുന്നത് അതനുസരിച്ച് അവര് വന്ന് എന്ത് ചെയ്തോളാം, പരിശോധനയും അതുപോലെ തന്നെ എന്താ പറയാ ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കണം. ക്ലിയർ ആണോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ മുകളിലത്തെ സെന്റൻസ് ഉണ്ട് കേട്ടോ. സർജൻസ് ആൻഡ് ഫിസിഷ്യൻസ് ആൻഡ് ഓൾ അതർ സ്പെഷ്യലിസ്റ്റ് ഹാവ് ടു അഡ്ജസ്റ്റ് ദംസെൽസ് ടു ദ സിറ്റുവേഷൻ പ്രസന്റഡ് ബൈ ദ ഡിസാസ്റ്റർ. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ രണ്ട് സെന്റൻസിന്റെയും? ഇതെന്റെ അല്ല, ഇത് എന്റെ ഭാഗത്തുള്ളതല്ല, അല്ലെങ്കിൽ എന്റെ എന്താ പറയാ ഏരിയ അല്ല, അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ട വിഭാഗമല്ല, ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞ് മാറാൻ പാടില്ല. അവര് ആര് ഡിറക്ട് ചെയ്യുന്നു അതനുസരിച്ച് ഇത് വന്ന് ചെയ്തോളൂ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അധികാരവും അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഈ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ അധികാരമൊക്കെ എടുക്കാനുള്ള ബാധ്യത. അതുപോലെ തന്നെ മറ്റു വാർഡുകളിലേക്ക്, ഏത് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണോ, ഇതൊക്കെ ചെയ്യേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ സീനിയർ ഡോക്ടർ ആയിരിക്കണം. ഫോർ ഈച്ച് വാർഡ്, ഓരോ വാർഡിലും എന്താ പറയാ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീനിയർ ഡോക്ടർ ഉണ്ടായിരിക്കും. ആ സീനിയർ ഡോക്ടർക്കാണ് എന്തിനുള്ള അധികാരമുള്ളത്? മേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ അഡ്മിറ്റഡ് പേഷ്യൻസ് ഫോർ ട്രാൻസ്ഫർ ടു അതർ വാർഡ്സ്. ഇപ്പൊ അവിടെയുള്ള പേഷ്യൻസിനെ എന്താ പറയാ കിടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഡിസാസ്റ്ററിൽ വരുന്ന പേഷ്യൻസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പേഷ്യൻസിനെ ഇന്ന വാർഡിൽ നിന്ന് ചിലപ്പോൾ വേറെ വാർഡിലേക്ക് മാറ്റാൻ പറയാം, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടുന്ന് അടുത്ത വേറെ ഏതെങ്കിലും ഇവരുടെ സഹോദര സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്കോ മാറ്റാൻ പറയുകയാണെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരെ കുഴപ്പമില്ല, ഏകദേശം ഒരു 80% ഒക്കെയാണ്, അപ്പൊ ഡിസ്ചാർജ് ചെയ്തോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനും അധികാരം ഉള്ളത് ആകെ ഒരാൾക്കാണ്, സീനിയർ ഡോക്ടർക്കാണ്. നോമിനേറ്റഡ് ഫോർ ഈച്ച് വാർഡ്, ഓരോ വാർഡിലും നോമിനേറ്റ് ചെയ്തിരിക്കുന്ന സീനിയർ ഡോക്ടറാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ക്ലിയർ ആയോ? സെന്റൻസ് മനസ്സിലായോ? അല്ലാണ്ട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ട് എന്റെ പേഷ്യന്റിനെ അങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്തോ എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സീനിയർ ഡോക്ടർ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. sentence on the Nigeria, authority and decision making responsibility for admitted patients for transfer to the other wards, other hospitals or discharge to home should rest in the senior doctors expressly nominated for each ward. Okay. ഇനി അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, ഒരു ടൈം സ്കെഡ്യൂൾ അവർ ഉണ്ടാക്കണം. ഇന്ന പേഷ്യൻസിനെ എത്ര സമയത്തേക്കാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്, അത് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ സ്ഥിതി ഗതിയൊക്കെ അറിഞ്ഞിട്ട്
അല്ലാണ്ട് ഡിസാസ്റ്ററിൽ കുറെ ആൾക്കാരെ കൊണ്ടുവന്നു പറഞ്ഞ് ഇവിടെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന മറ്റൊരു പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടൊന്നല്ല. അതിനൊരു പ്രത്യേക സമയം, ഒരു ടൈം സ്കെഡ്യൂൾ അതിനു വേണ്ടി നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. ഒരു ടൈം സ്കെഡ്യൂള് നേരത്തെ കൂട്ടി അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ച് വെച്ചേക്കണം. അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് വേണം, അത് ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഓക്കെ അല്ലാണ്ട് ഒരാളെ ഡിസ്ചാർജ് ചെയ്തോ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇതിനൊരു ടൈം സ്കെഡ്യൂൾ വേണം. ആ പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നതാണ്, അപ്പൊ ഓക്കെ ആയിട്ടുണ്ട്, 50% ഓക്കെ ആയിട്ടുള്ളൂ, പക്ഷെ ഇച്ചിരി കൂടി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ആളെ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള രീതിയിൽ. പിന്നെ പേഷ്യന്റ് വളരെ ഓക്കെ ആയിട്ടുണ്ട്, 90% ഓക്കെ ആണ്, സോ മേ ബി ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ അതിനൊരു ടൈം സ്കെഡ്യൂൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു സീനിയർ ഡോക്ടർ. ക്ലിയർ ആയോ? And also they have to supply linen, mattresses, blankets and emergency clothing. അതായത് ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഈ പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവില്ല. പറ്റാവുന്ന രീതിയിൽ അവർക്ക് വേണ്ട ഉടുപ്പ്, അതായത് ലിനൻ, അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു ഡ്രസ്സിനെയാണ് നമ്മൾ ലിനൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാട്രസസ് പുതയ്ക്കാനോ മറ്റു കാര്യങ്ങളും, ബ്ലാങ്കറ്റോ, അതുപോലെ എമർജൻസി ആയിട്ടുള്ള ക്ലോത്തിങ്, അവർക്ക് ഒന്ന് മാറാനുള്ള ഉടുപ്പൊക്കെ ആ ഒരു പ്ലാനിൽ അവര് ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് ഓൾസോ ക്വാണ്ടിറ്റി, ലൊക്കേഷൻ, പേഴ്സൺ ഇൻ ചാർജ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രൊസീജിയർ. ആരാണ് ഈ പ്രൊസീജിയർ ഒക്കെ നടത്തേണ്ടത്, അതെവിടെയാണ്, എവിടെയൊക്കെയാണ് പേഷ്യൻസ് ഉള്ളത്, ആരൊക്കെയാണ് അതിന് ഇൻചാർജ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കണം അവരുടെ ഒരു ഡിസാസ്റ്റർ പ്ലാനിനകത്ത്. അവരുടെ ഒരു പേഷ്യന്റിനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റിനെ ഹോൾഡ് ചെയ്യുന്ന ഏരിയാസിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ പേഷ്യൻസ് പല പല സ്ഥലങ്ങളിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുകയും, അപ്പൊ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിക്കണം. അത് ആരൊക്കെയാണ് എവിടേക്കാണ് കിടക്കുന്നത് അതൊക്കെ നോക്കി മനസ്സിലാക്കി അവിടേക്ക് എത്തിക്കാൻ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാമോ ഈ ഒരു ഭാഗം? ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഈ ഒരു പാരഗ്രാഫ് തുടങ്ങി. It should be predetermined as to which wards. അവിടെ തുടങ്ങി ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ? ഓക്കെ. അടുത്തത് പേഷ്യന്റ് ടേൺ ഓവർ ആണ്. എന്താ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ലീവിങ് പേഷ്യൻസ് ആണ്. എന്താ പറയാ, ലീവ് ചെയ്യുന്നത്, പേഷ്യൻസിനെ വിട്ട് ഡിസ്ചാർജ് ചെയ്തൊക്കെ വിടുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, നമ്മൾ പറഞ്ഞു when the patients have to be evacuated from the hospitals. നേരത്തെ ഉള്ള പേഷ്യൻസിനെ
അതായത് ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നമുക്ക് റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടിയിട്ട് വാർഡോ അല്ലെങ്കിൽ മറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആരൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള കണക്കെടുപ്പ് എഴുതണം. സോ ബെഡ് സെൻസസ് എടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, ഡിസാസ്റ്ററിന്റെ സമയത്ത് ഇങ്ങനെ ഒരു അലേർട്ട് കേട്ട് കഴിഞ്ഞാൽ they have to as soon as possible make some bed census നോക്കുക. സാധാരണ എല്ലാ ഹോസ്പിറ്റൽസിലും once in a day ഒരു ദിവസത്തില് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ കണ്ടീഷൻസ് ആണെങ്കിൽ ബെഡ് സെൻസസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ആരൊക്കെ ലീവ് ചെയ്തു പോയി, ഡിസ്ചാർജ് ചെയ്തു, അപ്പൊ ഏതൊക്കെ മുറി വേക്കന്റ് ആയി, അല്ലെങ്കിൽ വാർഡിലെ ഏതൊക്കെ ബെഡുകൾ ഒഴിവായി, ഇത് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. നോർമൽ ഡേയ്സിലാണെങ്കിൽ അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ ട്വൈസ് എ ഡേ, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം അത്തരം സെൻസസ് എടുക്കണം ബെഡിന്റെ. അല്ലെ, ഇന്ന് ഇപ്പൊ കാലത്ത് ഒരു പ്രാവശ്യം നോക്കിയെങ്കിലും ഉച്ചയാകുമ്പോൾ വീണ്ടും ഒന്നുകൂടി നോക്കണം ഏതെങ്കിലും പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടോ, ഏതെങ്കിലും ബെഡ് ഒഴിഞ്ഞോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. That means they have to determine the number of patients to immediate discharge. Immediate ആയിട്ട് ഏതൊക്കെ പേഷ്യൻസിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബെഡ് സെൻസസ് എടുക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതാണ്, നമുക്കറിയാലോ. കാരണം ഈ വന്ന പേഷ്യൻസിനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ കിടക്കണം. അപ്പൊ കിടക്കണമെങ്കിൽ ഇവിടെ ഉള്ളവര് അവിടെയൊക്കെ ഫില്ലായി കിടക്കാണെങ്കിൽ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ അതൊക്കെ നോക്കി വേഗം തന്നെ ആ ബെഡ് സെൻസസ് കണക്കാക്കണം. ആൻഡ് ഓൾസോ ചിലപ്പോ പേഷ്യൻസിനെ ചിലപ്പോ വേറെ അടുത്ത ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. വീണ്ടും കുറച്ചുകൂടി കെയർ കിട്ടേണ്ടവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വേറെ വാർഡിലേക്കോ വേറെ റൂമിലേക്കോ മാറ്റാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർ ഈ ബെഡ് സെൻസസ് എടുക്കാറുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന സിസ്റ്റം ഇൻ ഡിസാസ്റ്റർ പ്ലാൻ, ഈ ഡിസാസ്റ്റർ പ്ലാനിലുള്ള ഈ സിസ്റ്റം ഒക്കെ നല്ല കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അല്ലെ, അപ്പൊ കെയർ കിട്ടേണ്ടവർക്ക് കെയർ കിട്ടാൻ വേണ്ടി അവിടെ നിലനിർത്തണം, കുറെ പേരെയൊക്കെ വിടണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് കുട്ടി ബെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ അവരെ താമസിപ്പിക്കാൻ പറ്റും, ആ താമസിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഹാവ് ടു ബി ഡിസ്ചാർജ് ടു ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഡയഗ്നോസിസ് ചെയ്യുക, അവരുടെ രോഗം എന്താണെന്ന് നോക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ആരെയൊക്കെ എങ്ങോട്ടൊക്കെ മാറ്റണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ടും ഈ ബെഡ് സെൻസസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ആ സിസ്റ്റം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം, ഒരു ഫീഡ്ബാക്ക് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. അപ്പോ they can rearrange the patients, those who are to be discharged. പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യേണ്ടവരാരാണ്, ഇവാക്യുവേറ്റ് ചെയ്യേണ്ടവരാരാണ് എന്ന് വെച്ചാൽ ഇവാക്യുവേഷൻ ഓഫ് നോ ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. നോ ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ആംബുലേറ്ററി പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട പേഷ്യൻസ് അല്ലെ, അതന്നെ OP ഔട്ട് പേഷ്യൻസ് ആണ്. അതേസമയം നോ ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ശുശ്രൂഷ വേണ്ട, അതൊന്നും വേണ്ടാത്ത ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് കെയർ കിട്ടേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ. ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം. ആൻഡ് ദ പേഷ്യൻസ് ഹാവ് ടു ബി ഗിവൺ, മോർ ക്രിട്ടിക്കൽ പേഷ്യൻസ് ഹാവ് ടു ബി ഗിവൺ ദെയർ ബെഡ്. അവർക്ക് ഈ പറയുന്ന ആൾക്കാരെ ഡിസ്ചാർജ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇവരിൽ പോകുന്ന ആൾക്കാർ ബെഡ് ഒഴിഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യണം. ആ പേഷ്യൻസ് തന്നെ എഴുന്നേറ്റ് പോകില്ല, അവരെ ഡിസ്ചാർജ് ചെയ്താലേ പോകുള്ളൂ. അത് ഹോസ്പിറ്റൽസിന്റെ ഈ പറയുന്ന പ്ലാനിനകത്ത് അവർ ഉൾപ്പെടുത്തണം. ആരെയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് ആർക്ക് വേണ്ടി നമുക്ക് ഇവരുടെ ബെഡ് മാറ്റി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മോർ ക്രിട്ടിക്കൽ ഇൽഡ് പേഷ്യൻസിന് നമ്മൾക്ക് ഈ ബെഡ് എന്ത് ചെയ്യണം, ഒഴിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തണം. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല ഇതൊക്കെ എന്താ പറയാ, ഒബ്വിയസ്ലി നമുക്കറിയാം, ഇതൊക്കെ നോർമലി നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നീ ഇവിടെ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എ ബെഡ് സെൻസസ് വുഡ് ഹാവ് ടു ബി ടേക്കൺ ഫ്രീക്വന്റ്ലി. ഫ്രീക്വന്റ്ലി എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് വേറൊരു വേർഡ് ചെയ്തിട്ട് അതിന്റെ ഒരു സ്പെല്ലിംഗിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് PRO എന്നാണ്. പ്രോബബ്ലി ട്വൈസ് എ ഡേ, ഏകദേശം എന്താ പറയാ ഒരു 2 പ്രാവശ്യം ഒരു ദിവസത്തിൽ. പ്രോബബ്ലി എന്നാണ്, PF ആണ് അവിടെ കിടക്കുന്നത്. F മാറാക്കാമോ? Okay, probably twice a day as against once in a day normal times. സാധാരണ ദിവസം നോർമൽ ടൈംസ് വരെ മതി കേട്ടോ, അതുവരെ അണ്ടർലൈൻ ചെയ്യാം. നോർമൽ ടൈംസിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് ബെഡ് സെൻസസ് എടുക്കാറുള്ളത്. അതേസമയം ഇത്തരം സാഹചര്യങ്ങൾ, സ്പെഷ്യൽ ഒക്കേഷൻസിൽ, ഡിസാസ്റ്റർ പോലെയുള്ള ഒക്കേഷൻസിൽ എന്ത് ചെയ്യണം, ട്വൈസ് എ ഡേ, 2 പ്രാവശ്യം, ദിവസത്തിൽ 2 പ്രാവശ്യം ബെഡ് സെൻസസ് എടുക്കണം. ഓക്കെ, അടുത്ത സെന്റൻസ് ഈ ഒരു സെന്റൻസ് ആണ് കേട്ടോ അണ്ടർലൈൻ ചെയ്യട്ടെ. There can be pre-arranged schedule for discharge of patients for evacuation of no ambulatory patients requiring continuous care
elsewhere, and they plan for the discharge, evacuation of patients who are able to leave and give up their beds for more critically patients. ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഡിസ്ചാർജ് ചെയ്ത് അവരുടെ ബെഡുകൾ മോർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള അറേഞ്ച്മെന്റുകൾ, പ്രീ അറേഞ്ച്മെന്റുകൾ ഈ സ്കെഡ്യൂളിൽ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പേഷ്യന്റ് ടേൺ ഓവർ ആണെന്ന്, പേഷ്യന്റിനെ എന്താ പറയാ ലീവ് ചെയ്യിപ്പിക്കുന്നത്. ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് സ്ട്രീം ലൈൻഡ് ആയിട്ട് എന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം നമ്മള്. കാരണം ദർ വിൽ ബി എ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ്. നമുക്കറിയാം കുറെ പേഷ്യൻസിനെ ഷോർട്ട് നോട്ടീസ് ആണ്, വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് കുറെ പേഷ്യൻസിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ഈ സിസ്റ്റം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സിംപ്ലിഫൈഡ് മാനറിൽ അത് ഫോളോ ചെയ്യണം. ഡിസ്ചാർജിങ് പ്രോസസ് ഒക്കെ വളരെ ലഘുവായ രീതിയിൽ പെട്ടെന്ന് തീർക്കണം. അല്ലാണ്ട് ഇപ്പൊ ചില ഹോസ്പിറ്റൽസിലുണ്ട് കാലത്ത് ഡിസ്ചാർജ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ബില്ല് ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ, അങ്ങനെയില്ലേ? പക്ഷെ അങ്ങനെ പറ്റൂല. ഈ ഡിസാസ്റ്ററിന്റെ സമയത്ത് അതൊക്കെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് കുറച്ചുകൂടി പ്രോംപ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് there should be a team. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം തന്നെ ആ സമയത്ത് ഉണ്ടായിരിക്കണം വിത്ത് 2 or more doctors, 2 അല്ലെങ്കിൽ 3 ഡോക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഫോർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്തിന് ഡിസ്ചാർജ് ചെയ്യണോ വേണ്ടേ, അതിന്റെ ഡോക്യുമെന്റേഷൻസ് ഫോളോ അപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് 2 or more, 2 അതിലധികമോ ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ഒരു ടീം ഉണ്ടാക്കി ഉത്തരവാദിത്തപ്പെട്ട ആ ഡോക്ടർമാരാണ് വേഗം തന്നെ ഡിസ്ചാർജും അതിന്റെ ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളും ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ഓക്കെ, ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫോർ ദിസ് പർപ്പസ് a team of 2 or 3 doctors can be formed with the responsibility for decision making, discharge, documentation and follow up with checkup. Sentence underline ചെയ്യാം. Okay, so this is the disposition of casualties. അപ്പൊ ഇങ്ങനെയാണ് ഈ പറയുന്ന അത്യാഹിതത്തില് വരുന്ന ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വരുന്ന പേഷ്യൻസിനെയൊക്കെ മറ്റുള്ളവരെയൊക്കെ അവരവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകളിലേക്കോ. സന്നദ്ധ സംഘടനകൾ എന്ന് പറഞ്ഞാൽ എന്താ, ചിലരൊക്കെ ഭയങ്കരമായിട്ട് അധികം കംപ്ലീറ്റ്ലി അവര് റിക്കവർ ആയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉൾക്കൊള്ളാനുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സന്നദ്ധ സംഘടനകളിലേക്കൊക്കെ എന്ത് ചെയ്യാം, പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലത്തേക്കൊക്കെ മാറ്റാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തോളണം, ഈ പ്രൊസീജിയറിൽ നമ്മൾ ഉൾപ്പെടുത്തണം. പേഷ്യന്റ് ടേൺ ഓവറിനകത്ത് ഉൾപ്പെടുത്തണം. എന്നിട്ടാണ് ക്രിട്ടിക്കൽ പേഷ്യൻസിന് നമ്മൾ ഡിസ്പോസിഷൻ ചെയ്യുന്നത്, അവരെ മാറ്റുന്നത്. ഓക്കെ, അതായത് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ട് കാഷ്വാലിറ്റി തന്നെ കിടത്താൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ അവര് ചിലപ്പോൾ വേറെ ICUലേക്കോ അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ മറ്റേ വാർഡുകളിലേക്കൊക്കെ മാറ്റണം, അല്ലെങ്കിൽ റൂമുകൾക്കൊക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മറ്റേ പേഷ്യൻസിനൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നു. അവര് ആ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ് മേ ബി ലെഫ്റ്റ് ടു ദ ഹോം, ഇവാക്യുവേറ്റഡ് ടു ദെയർ ഹൗസ്, അവരുടെ വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ വോളണ്ടറി ഓർഗനൈസേഷൻസിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിലേക്കൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആൻഡ് ഓൾസോ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാഷ്വാലിറ്റീസ്, ഈ പറയുന്ന ചിലപ്പോ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട സമയത്തില്ലേ, അപ്പൊ ചിലപ്പോ പൂർണ്ണമായിട്ട് ഒരു ഭേദമായിട്ടില്ലല്ലോ, അപ്പൊ അവരെ കൊണ്ടുപോകാനുള്ള ചില യാത്രാ സൗകര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഓൾസോ ഷുഡ് ബി പ്രൊവൈഡഡ്. ആംബുലൻസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വണ്ടി വാഹനമൊക്കെ എടുത്തിട്ട്, അല്ലാണ്ട് വേഗം ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും പൊക്കോന്ന് പറഞ്ഞ് വീട്ടിൽ വിടാൻ പറ്റില്ല. കാരണം അവര് ഹോസ്പിറ്റലിൽ വന്നത് അവരുടെ കംപ്ലീറ്റ്ലി അവര് എന്താ പറയാ രോഗം ഭേദമായി പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്തരം ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ അവര് ഫോഴ്സ്ഡ് ആണ്, അവര് ഡിസ്ചാർജ് ചെയ്യേണ്ട സമയം കൃത്യമായിട്ട് ആയിട്ടില്ല, പക്ഷെ അവര് ഫോഴ്സ്ഡ് ടു ഡിസ്ചാർജ്, നിർബന്ധിതരായിട്ട് എന്ത് ചെയ്താണ് അവർ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവര് കംപ്ലീറ്റ്ലി അവർ ചിലപ്പോൾ അവർക്ക് എന്താ പറയാ നടന്നോ ഓടിയൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. എന്താ പറയാ ആംബുലൻസ് ഉപയോഗിക്കാം, പ്രൈവറ്റ് കാർസ്, അതുപോലെ ഓൾ ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, ഏത് തരത്തിലുള്ള വെഹിക്കിൾസും ഒക്കെ ഉപയോഗിച്ച് ചില സന്നദ്ധ സംഘടനകളൊക്കെ കയറി വരും, അവരെ കൊണ്ടുപോകാനും ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ അല്ലെ. അപ്പൊ അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് ആ സെന്റൻസ് ലാസ്റ്റ് പാരഗ്രാഫിൽ. ക്ലിയർ ആണോ? പണ്ടൊക്കെ എന്താ പറയാ ഇതിന് പോകൂലേ, വോട്ട് ചെയ്യാൻ പോകുമ്പോ പണ്ടങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാൻ പോകുമ്പോ നമ്മുടെ വീടുകളിലൊക്കെ പ്രായം ചെന്ന വലിയ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വേഗം വണ്ടി വാഹനമൊക്കെ കൊണ്ടൊക്കെ വരും. സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് വരുമല്ലോ അന്നേരം അല്ലെ. വോട്ട് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഊർജ്ജസ്വലതയോടെയൊക്കെ കൂടെ ഓടി വന്ന് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ ഇട്ടിട്ട് പോരും. പിന്നെ നമ്മള്
പോയിട്ട് കഷ്ടപ്പെട്ട് അതുങ്ങളെ കൊണ്ടുവരണം അല്ലെ. അതൊക്കെ അന്ന് പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറെ ഒന്നും പോകുന്നില്ല. ഇപ്പൊ അങ്ങനത്തെ സന്നദ്ധ സംഘടനകളൊക്കെ അങ്ങനെ എന്താ പറയാ ആക്റ്റീവായിട്ട് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ഒന്നുമില്ല എന്ന് പറയാം അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ട്, ചിലയിടത്ത് എന്താ പറയാ അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും അല്ല. അങ്ങനെ പോകുന്നു. ആരും പരസ്പരം അവരവരുടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു കുറെ ആളുകളൊക്കെ. എന്തെങ്കിലുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെ ഇതൊക്കെ വരും കൂടിയൊക്കെ പിടിച്ച് അല്ലെ. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ അല്ലാതെ വരുമ്പോ എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോകും. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഇത്തരം ഡിസാസ്റ്ററിൽ കാഷ്വാലിറ്റീസിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവരെയൊക്കെ കൊണ്ടുപോകാനും ഈ വാഹനങ്ങളൊക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തവരല്ലേ, അപ്പൊ അസുഖമൊക്കെ മാറി വേഗം വീട്ടിലേക്ക് എന്നും പറഞ്ഞ് അങ്ങനെ വിടാൻ പറ്റുമോ? ഇല്ല. അവര് ഫോഴ്സ്ഫുള്ളി ഡിസ്ചാർജ് ആയിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഒരു ചിലപ്പോ അസുഖത്തിന്റെ 50% മാറിയിട്ടുള്ളൂ, ബാക്കി 50% കിടക്കുകയാണ്. ഒരു 90% മാറാതെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാറില്ല, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന പേഷ്യൻസിനെ ഹോസ്പിറ്റൽസ്. പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ നമുക്കിവിടെ വേറെ അതിനേക്കാൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന പേഷ്യൻസ് വരുമ്പോ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുന്നതാണ്, ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അപ്പൊ ഓടിപ്പോകാൻ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വണ്ടി വാഹനം വിളിച്ചിട്ട് വരട്ടെ, അതിനുള്ള സാവകാശമൊന്നുമില്ല. അതുകൊണ്ട് നിലവിലുള്ള പ്രൈവറ്റ് കാർസ്, ആംബുലൻസ്, മറ്റാരുടെങ്കിലും വോളണ്ടറി ഏജൻസീസിന്റെ ഒക്കെ വാഹനങ്ങൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അവരെയൊക്കെ വീടുകളിലൊക്കെ കൊണ്ടെത്തിക്കാനോ മറ്റ് ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞേക്കണേ ലാസ്റ്റ് പാരഗ്രാഫ്. ക്ലിയർ ആയോ? ആ സെന്റൻസ് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. 2 സെന്റൻസ്. ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് casualties to their homes or to their other hospitals, provision will have to be made for a large number of ambulances pooled from all available sources. എവിടെ നിന്നൊക്കെ കിട്ടും ആംബുലൻസ് സർവീസസ് അതൊക്കെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തണം. Private cars and other vehicles of all types belonging to the voluntary agencies may be also required to supplement the ambulances. മനസ്സിലായോ? അപ്പൊ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ. ഓക്കെ. അപ്പൊ അടുത്തത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ, അധികം ഇനിയില്ല, കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ, 2, 3, 4 പേജ് ഉള്ളൂ. ഓക്കെ. അപ്പൊ അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഒരുപാടായി കഴിഞ്ഞപ്പോ വളരെ ബോറടിക്കും. അതുകൊണ്ട് നമ്മളിവിടെ നിർത്താണ്. ഇവിടെ വരുന്ന വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ. മഴയൊക്കെ ഉണ്ടോ അവിടെ? നല്ല മഴയുണ്ടോ? ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നത് കാരണം സ്കൂളുകളൊക്കെ അവധിയാണ്. മഴയുണ്ട്. ഇപ്പോഴും മഴയുണ്ടോ? സ്റ്റിൽ മഴയുണ്ടോ? ഇല്ല. ചിലർക്കൊന്നുമില്ല, ചിലർക്കുണ്ട്. ഓക്കെ. ഇപ്പൊ ഇവിടെ മഴ ഇല്ല. ഇന്നലെയൊക്കെ ഫുൾ ടൈം മഴയായിരുന്നു. ഒരു പോലും മഴയില്ലാതിരുന്നില്ല. ഇന്ന് ഇപ്പൊ തുടങ്ങി, നേരം എടുത്തിട്ട് അങ്ങനെ പെയ്തിട്ടില്ല. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കാം, സേഫ് ആയിട്ടിരിക്കാം. വെയിലാണല്ലേ. അപ്പൊ ഇന്നലത്തെ കണ്ടീഷനൊക്കെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു പണ്ടത്തെ ഓർമ്മ വീണ്ടും വന്നു. എല്ലാം നോക്കി മൂടി കയറ്റണോ? അതെ, അതന്നെ. അതുകൊണ്ട് അപ്പൊ എല്ലാം കൂടിയാണ്. ഏതായാലും നമ്മൾ പെട്ടിരിക്കുകയാണ്. ഏത് രീതിയിലും വി ആർ ട്രാപ്ഡ് അല്ലെ. മിസൈലോ ബോംബോ വെള്ളപ്പൊക്കോ എല്ലാം വന്ന് ഏത് രീതിയിലും ട്രാപ്ഡ് ആണ്. എവിടെയെങ്കിലൊക്കെ പോകാം അല്ലെ. സോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ പരമാവധി. സീ യു. അടുത്ത ആഴ്ച കാണാം. ബൈ. താങ്ക് യു.